എയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഡോക്ടറിന് ജോലി ഉണ്ടാവുമോ, എഞ്ചിനീയറിന് ജോലി ഉണ്ടാവുമോ, ഡിസൈനറിന് ജോലി ഉണ്ടാവുമോ, വക്കീലിന് ജോലി ഉണ്ടാവുമോ, ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഞാൻ കമൻറ്റുകളായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ജനറലായിട്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ മുമ്പൊരിക്കൽ മറുപടിയും തന്നിട്ടുണ്ട്, ഇതിനെങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി വരുന്നു. അതിൽ സ്പെസിഫിക്കലി എനിക്ക് തോന്നിയത് ഈ ഡിസൈനേഴ്സിൻ്റെ കാര്യം. അപ്പോൾ ഈ ഡിസൈനേഴ്സിനെ ഏറ്റവും കൂടുതൽ AI-യുടെ വരവ് ബാധിക്കും എന്ന ഒരു ചിന്ത പലരുടെയും മനസ്സിലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഡിസൈനിങ് കോഴ്സുകൾ എടുക്കാനായിട്ട് ആളുകൾ മടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ AI എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് ഡിസൈനിങ് കരിയറുകളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അത്തരത്തിലുള്ള കോഴ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കാനുള്ളത്, ഈ കാര്യം മനസ്സിലാക്കുവാനായി ഈ വീഡിയോ മുഴുവനായി കാണുക. കരിയറുകളിലും നമുക്ക് AI വരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിപ്പോൾ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ലോയർ ആയാലും എല്ലാത്തിലും ഉണ്ടാവും. നമ്മൾ എങ്ങനെ AI-യെ നമ്മുടെ ദൈനംദിന ജോലികളിൽ ഉൾപ്പെടുത്തി കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇപ്പോൾ ഡിസൈനിങ്ങിൻ്റെ ഫീൽഡ് നമ്മൾ സ്പെസിഫിക്കലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈനിങ്ങിൽ എന്തുകൊണ്ട് ആളുകൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്? കാരണം നമുക്ക് ഒറിജിനലെന്ന് തോന്നുന്ന പല ഇമേജുകളും പടാന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേനും എന്തിന് ഒരാൾ മെനക്കെട്ടിരുന്നിട്ട് ഡിസൈൻ ചെയ്യണം, എഡിറ്റ് ചെയ്യണം? അപ്പോൾ ആ ഫീൽഡുകളിലേക്ക് നമുക്ക് ജോലി സാധ്യത കുറയില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഏത് മേഖല നിങ്ങൾ എടുത്തു നോക്കിയാലും 100 പേരെ ഇതിനു മുൻപ് നമുക്ക് ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യാനായി ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ ആ 100 നേരെ പകുതിയായിട്ടുണ്ട് എന്നുള്ളതിൽ സംശയം വേണ്ട. കാരണം നമ്മൾ AI-യെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്ന പല ജോലികളും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. ഈ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ പണ്ട് ഒരു ബ്രോഷർ ഡിസൈൻ ചെയ്യണമെങ്കിൽ പോലും നമുക്കൊരു ഡിസൈനറിൻ്റെ മൈൻഡ് വർക്ക് ചെയ്യണം, അതിൻ്റെ ഓരോ എലമെൻസും ആൾ കൃത്യമായിട്ട് പിടിച്ചിടണം, എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അതൊരു ബ്രോഷർ ഡിസൈനിങ്ങിലേക്ക് പോകണം. ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. പിന്നെ കാലം കുറേ കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിച്ചു? നമുക്കിപ്പോൾ നമുക്കൊരു PPT തന്നെ പ്രോപ്പർലി യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് തന്നെ എലമെൻറ്റ്സ് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു കാലം വന്നു. ക്യാൻവ ആളുകൾ വളരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്ത് സംഭവിച്ചു? നമ്മളിപ്പോൾ ഒരു ChatGPT പോലുള്ളൊരു ടൂളിലായാൽ പോലും നമുക്ക് എന്താണോ വേണ്ടത് അതങ്ങോട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് ആ ഇമേജ് ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പണി പോവില്ലേ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ഇത്ര മാത്രം ആലോചിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈനിങ്ങിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, ആ ക്രിയേറ്റിവിറ്റിയോടൊപ്പം എത്രമാത്രം AI ടൂളുകളെ ഉപയോഗിക്കാൻ സാധിക്കുമോ അത്രമാത്രം നിങ്ങൾക്ക് സാധ്യതകളുണ്ടാവും. ഇപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്, നന്നായിട്ട് എനിക്ക് ക്രിയേറ്റീവായി കാര്യങ്ങൾ ചിന്തിക്കാനും അതിനെ ഡിസൈൻ ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷേ അയാൾ അത് സ്വന്തം നിലയ്ക്ക് ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ചിലപ്പോൾ എടുക്കുന്നത് 5 ദിവസമായിരിക്കും. ഇതേ സാധനം തന്നെ ഒരു പക്ഷേ അത്ര അങ്ങോട്ട് ഡിസൈനിങ് സ്കിൽസ് ഇല്ലാത്ത ആളായിരിക്കും. ബട്ട് അയാൾക്ക് ഒരു AI ടൂളിനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ഔട്ട്പുട്ട് എന്താണോ അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് കൃത്യമായിട്ടിട്ട് 5 ദിവസം കൊണ്ട് ആദ്യത്തെ ആൾ തരുന്ന ഔട്ട്പുട്ടിനേക്കാൾ മികച്ച ഒരു ഔട്ട്പുട്ട് ഒരുപക്ഷെ ഇയാൾക്ക് 2 ദിവസം കൊണ്ടോ 1 ദിവസം കൊണ്ടോ തരാൻ പറ്റും. ആ ഒരു കേസ് ഒന്ന് ആലോചിച്ച് നോക്കി. ആ സിനാരിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഡിസൈനിങ് സ്കില്ല് മാത്രം ഉണ്ടെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ആ ഡിസൈനിങ് സ്കിൽസിനോടൊപ്പം തന്നെ കൃത്യമായി ഇന്നത്തെ കാലഘട്ടത്തിലെ ടൂളുകളെ നമ്മൾ ഉപയോഗിക്കാൻ അറിയണം. സ്പെസിഫിക്കലി AI ടൂൾസിന് യൂസ് ചെയ്യാൻ അറിയണം. അത് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരിക്കും. കാരണം ഇപ്പം നിങ്ങൾ ഈവൻ കല്യാണത്തിൻ്റെ തന്നെ സേവ് ദ ഡേറ്റും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ടും പരിപാടികളും ഒക്കെ ഇല്ലേ? ഈ ഫോട്ടോഷൂട്ടിനും മറ്റും നമ്മൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട് ആളുകൾ ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടി മാത്രം ഫോട്ടോഗ്രാഫറെയും കൂട്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്കൊരു മോഹമുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ബുർജ് ഖലീഫയുടെ കീഴെ വന്ന് നിന്നിട്ട് നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണം, രണ്ടുപേരും കൂടെ ചേർന്നിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഫ്ലൈറ്റും കയറി ദുബായിക്ക് വരണമെന്ന് നിർബന്ധമില്ല. ആ ഒറ്റ ഫോട്ടോയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബുർജ് ഖലീഫയുടെ പ്രോപ്പറായിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും ഉള്ളൊരു പ്രോപ്പറായിട്ടുള്ള ഫോട്ടോ ഉണ്ട് എങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ദുബായിൽ വന്ന് ശരിക്കും ബുർജ് ഖലീഫയുടെ താഴത്ത് നിന്നിട്ടൊരു ഫോട്ടോ എടുക്കുന്ന അതേ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും.
ഇപ്പോൾ ഇവിടെ നിങ്ങൾ വന്നിട്ടൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിലാണെങ്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ലാതെ ഒരു പ്രൊഫഷണൽ ക്യാമറയിലൊക്കെ ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈസൻസും അങ്ങനെയുള്ള പല കാര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് സത്യത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഔട്ട്പുട്ട് ഇറക്കാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഇതൊരു സാധാരണക്കാരന് നോക്കുമ്പോഴത്തേനും അത് AI ക്രിയേറ്റ് ചെയ്തതാണോ അതോ നമ്മൾ ശരിക്കും അവിടെ ചെന്ന് നിന്നിട്ട് ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റി എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഒരു ഡിസൈനർ ഒരുപാട് സമയം കൊണ്ടൊരു ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നത്, ആ ടാസ്കിൻ്റെ സമയം അവിടെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എൻ്റെ ജോലി പോകും, ഇത്തരം കോഴ്സുകളൊന്നും പഠിച്ചിട്ട് ഇനി ഒരു കാര്യമേ ഇല്ല എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ നല്ലൊരു ക്രിയേറ്റീവ് മൈൻഡുള്ള ആളാണ്, ഡിസൈൻ ചെയ്യാനുള്ള സ്കിൽ സെറ്റ്സ് ഉണ്ട്, അതിനോടൊപ്പം നിങ്ങൾക്ക് ടൂളുകൾ നന്നായി യൂട്ടിലൈസ് ചെയ്യാനുള്ള സ്കില്ലും കൂടി കയറി വരണം. അപ്പോഴാണ് നിങ്ങൾക്ക് കരിയറിൽ സാധ്യത ഉണ്ടാവുക. അല്ലാതെ എനിക്കിത് ഇങ്ങനെ ടൂൾസ് ഒന്നും ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഞാൻ നല്ല ക്രിയേറ്റീവ് ആളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമ്മൾ വീട്ടിലിരിക്കും. ബാച്ചിലർ ഓഫ് ഡിസൈനിങ്, പിന്നെ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറയുന്ന BFA കോഴ്സ്, അങ്ങനെയുള്ള എന്ത് കോഴ്സുകളും ആയിക്കോട്ടെ. ഇപ്പോൾ ക്രിയേറ്റീവ് മേഖലയിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ BDISൽ തന്നെ, അതായത് ബാച്ചിലർ ഓഫ് ഡിസൈനിങ് കോഴ്സിൽ ഒത്തിരി സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്, ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കോഴ്സുകളുണ്ട്, പ്രോഡക്റ്റ് ഡിസൈനിങ്, കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ്, UI/UX ഡിസൈനിങ്, വാട്ട് എവർ ഇറ്റ് മേ ബി. നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിച്ചെടുത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ തീർച്ചയായും ഡിമാൻഡ് ഉണ്ടാവും. സോ സ്കിൽഫുള്ളായിട്ട് പഠിച്ചിറങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലെസ് ടൈമിൽ ഏറ്റവും നല്ല പ്രോഡക്റ്റുകളെ പുറത്തിറക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ഇനി ഒരു എംപ്ലോയറിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, കുറച്ച് ലോ കോസ്റ്റിൽ ഹൈ ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് AI കൂടി ഉപയോഗിക്കാൻ അറിയുന്ന ഒരു ഡിസൈനറാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരാളെ അല്ലേ തപ്പുള്ളൂ. അപ്പോൾ ലോ കോസ്റ്റിൽ ഹൈ ഔട്ട്പുട്ട് തരാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങൾ വെറും ഡിസൈനിങ് മാത്രം എനിക്കറിയാം എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. ക്രിയേറ്റീവായി നല്ലോണം ചിന്തിക്കാനും പ്രോംപ്റ്റ് ചെയ്യാനും കൂടി പഠിക്കേണ്ടേ. ഇനി വേറൊന്ന്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കമ്മ്യൂണിക്കേഷൻ ഇതിൽ പ്രധാനമാണ്. ഒരുപക്ഷെ നമ്മൾ ആലോചിക്കും ഡിസൈൻ ചെയ്യാൻ എന്തിനാ കമ്മ്യൂണിക്കേഷൻ, ഒരിടത്ത് ഇരുന്നിട്ട് അങ്ങോട്ട് വരച്ചാൽ പോരെ എന്നുള്ളത്. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനിയുള്ള കാലഘട്ടം നിങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത് മൾട്ടി ടാസ്കിങ് സ്കിൽ സെറ്റ്സ് ആണ്. പല പല മേഖലകളിലും നിങ്ങൾക്ക് കൈവയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ഒരു ജോൺറ് കണ്ടുപിടിക്കുക, ബട്ട് മൾട്ടിപ്പിൾ ഏരിയകളിൽ നിങ്ങൾക്ക് അതിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി ഉണ്ടാവണം. ഒരു ക്ലയൻറ്റിനെ നമ്മൾ കാണുമ്പോൾ ഒരു ക്ലയൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അതിപ്പോൾ നിങ്ങളൊരു ക്യാമറയുമായി മുൻപിൽ വന്ന് നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് എങ്കിൽ പോലും ഫ്രണ്ടിലിരിക്കുന്ന ആളുമായിട്ട് നിങ്ങളൊന്ന് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടേ. അങ്ങോട്ട് തിരിഞ്ഞിരിക്കൂ, ഇങ്ങോട്ട് ഇരിക്കൂ എന്നൊക്കെ പറയാനും ഒക്കെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണ്ടേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇതുപോലുള്ള ജോലികളിൽ നിർബന്ധമല്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കൂടി പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാം. ഇനി ഡിസൈനിങ്ങിൻ്റെ കരിയറിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്ന കുട്ടികൾ, ഇതെല്ലാം 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനൊരു കോളേജിൽ പോയിട്ട് ആ കോളേജിൽ നിന്ന് പഠിക്കുന്ന ഡിഗ്രിയുടെ സിലബസിൻ്റെ ഭാഗമായി എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചെടുക്കും, അന്ന് വരെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട യാതൊന്നും തൊടേണ്ട ആവശ്യമില്ല എന്ന ചിന്തയിലേക്ക് എത്തരുത്. ഇത്തരം കരിയറുകളിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആൾക്കാർ എത്ര നേരത്തെ നിങ്ങൾക്ക് AI ടൂളുകളിലേക്കൊരു എക്സ്പോഷർ കിട്ടുന്നുവോ അത്രമാത്രം നിങ്ങൾക്കിത് ബെനിഫിഷ്യൽ ആയിരിക്കും. സോ നേരത്തെ തുടങ്ങുക. അതിപ്പം ഡിസൈനിങ്ങിൻ്റെ കരിയറിൽ മാത്രമല്ല, എല്ലാ കരിയറിലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കരിയറിൻ്റെ മുകളിലേക്കുള്ള തലങ്ങളിലേക്ക് എത്താൻ പറ്റും. AI വന്നു, അതുകൊണ്ട് ഡിസൈനിങ്ങിൽ ഇനി ഒരു സ്കോപ്പുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എല്ലാ കോഴ്സുകൾ പഠിച്ചാലും എല്ലാ കരിയറുകളിലും സ്കോപ്പ് ഉണ്ടാവും. പഠിക്കേണ്ടതുപോലെ പഠിക്കണം. ഈ കാലഘട്ടത്തിന് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണം. ഈ കരിയർ ഗൈഡൻസിനൊക്കെ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ പാരൻസ് ഉണ്ടല്ലോ, അവർ ഭയങ്കരമായിട്ട് കുട്ടികളുടെ ഈ പിള്ളേരൊക്കെ ഇവൻ്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, ഡിസൈനിങ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ AI ഒക്കെ വന്ന കാലത്ത് ഈ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ട് ഇവരൊക്കെ എവിടെ ജോലി കിട്ടാനോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സങ്കടപ്പെടുന്നതും ദേഷ്യപ്പെടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കുക. നമ്മുടെ കുട്ടിക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ട് എങ്കിൽ നമുക്ക് അവിടേക്ക് എത്തിക്കാം. പക്ഷേ അതിനനുസരിച്ച് ചെറിയ പ്രായം മുതൽ നമ്മൾ പ്രോപ്പർലി ഗ്രൂം ചെയ്യണം എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിക്കുക. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.